ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സാമിനർ. ഇത് സാറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ +2 ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായി. അപ്പോൾ അതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു +2 ഓറിയന്റേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. +2 ഓറിയന്റേഷൻ നമ്മൾ ലൈവിൽ നോക്കിയാൽ നമുക്ക് ഒരു +2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്തെല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കൊരു ലൈവ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സബ്ജക്റ്റ് വൈസ് കാര്യങ്ങളായാലും മാർക്കായാലും എല്ലാ കാര്യങ്ങളും. പക്ഷേ അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് കാര്യമാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ച്. പ്രാക്ടിക്കൽ എക്സാം ഉണ്ടോ? പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. ഓക്കെ, പ്രാക്ടിക്കൽ എക്സാം നമുക്ക് +2-ലുണ്ട്. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് അറിയാം. പക്ഷേ അതിൽ തന്നെ കുറച്ചധികം നമ്മൾ അറിയാനുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ അതിൻ്റെ മാർക്കും കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ. പിന്നെ ഏതെല്ലാം സബ്ജക്റ്റുകളാണ്. പിന്നെ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ കൂടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, വൈവയും കൂടെ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ വൈവ എന്നൊക്കെ പറയുന്ന സമയത്ത് പലർക്കും ചെറിയൊരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ആവശ്യമുണ്ടോ? നമുക്ക് നോക്കാം. നമുക്ക് അത്ര പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ കേസിലേക്ക് വരുമ്പോൾ, ഓക്കെ, പ്രാക്ടിക്കൽ എക്സാമിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വൈവ വരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം വൈവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, നമ്മളെന്താണ് പ്രാക്ടിക്കൽ എക്സാമിലേക്ക് എന്ത് ചെയ്യുന്നു, ഓക്കെ, എന്ത് പ്രിപ്പയർ ആവുന്നു, അല്ലെങ്കിൽ എങ്ങനെ എന്തൊക്കെ പഠിക്കുന്നു, ആ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ ഇൻവിജിലേറ്റർ നമ്മളോട് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ആ കാര്യമാണ്. അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, 4 to 5 മാർക്കിനാണ് നമുക്ക് വൈവ ഉണ്ടാവുന്നത്. ദെൻ അതേപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഐറ്റം ആണ് എന്തെന്ന്, റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പം അക്കൗണ്ടൻസി ആയാലും സി ആയാലും നമുക്കറിയാം ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതിന് രണ്ടിന് എന്താണ്, നമുക്ക് അതിൻ്റേതായിട്ടുള്ള റെക്കോർഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അക്കൗണ്ടൻസി ഒക്കെ ആണെങ്കിൽ നമ്മൾ അറിയാം കൃത്യമായിട്ട് നമുക്ക് എന്താ ഓരോ പ്രോബ്ലങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അത് കൃത്യമായിട്ട് എന്തെല്ലാം നമ്മൾ എന്താക്കുന്നു, നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ. പ്രാക്ടിക്കൽ എക്സാമിന് ഓരോ സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നല്ല വെട്ടിപ്പായിട്ട് എഴുതി വെക്കുന്ന പരിപാടിയാണിത്, നമ്മളെ റെക്കോർഡ് എന്ന് പറയുന്നത്. അതിനും 4 to 5 ആ ഒരു മാർക്കിലാണ് പോകുന്നത്. ദെൻ ബാക്കി മാർക്കിന് നമ്മൾ എന്താക്കുന്നു, പ്രാക്ടിക്കലി ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് മാർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാര്യം അത് പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ച് ഫസ്റ്റ് മക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇനി അതിൻ്റെ മാർക്കിലേക്ക് പോകുന്ന സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം പ്രാക്ടിക്കൽ എക്സാം ഇല്ലാത്ത സബ്ജക്റ്റുകൾക്ക് +1-ലും +2-ലും നമുക്കറിയാം 200 മാർക്കിനാണ്. ഓക്കെ, അതായത് +1-ൽ നമുക്ക് 100 അതുപോലെ തന്നെ +2-ലും നമുക്ക് 100 മാർക്കിനാണ്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. അതായത് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ 80 മാർക്കിന് നമ്മൾ എഴുതും, ബാക്കി 20 മാർക്ക് നമുക്ക് CE ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ എക്സാം ഉള്ള സബ്ജക്റ്റിൻ്റെ കേസസിലാണെങ്കിൽ ഓക്കെ നമുക്കറിയാം 200-ലാണ് വരുന്നത്. അത് എന്താണ്, 80 മാർക്കാണ്. 80 മാർക്കിനാണ് നമ്മൾ എന്താക്കുന്നത്, +1-ൽ പ്രാക്ടിക്കൽ എക്സാം ഉള്ള സബ്ജക്റ്റുകൾ നമ്മൾ എഴുതുന്നത്. അതിൽ 60 മാർക്ക് എഴുതാനും ദെൻ 20 മാർക്ക് CE-യുമായിട്ടാണ് പോകുന്നത്. ദെൻ അത് +2-ലേക്ക് വരുന്ന സമയത്ത് എത്രയാണ്, 120-ലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അറിയാം നമുക്കെത്രയാണ്, 60 മാർക്ക് നമ്മൾ എഴുതുന്നു, ദെൻ 20 മാർക്ക് നമുക്ക് CE ആണ്. ദെൻ ലാസ്റ്റ് ഈ 40 മാർക്കിനാണ് നമുക്ക് എന്ത് വരുന്നത്, പ്രാക്ടിക്കൽ എക്സാം വരുന്നത് നമുക്കറിയാം. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണ്, ഈ 40 മാർക്കിൽ നമ്മൾ പറഞ്ഞു എന്ത്, ആ വൈവ ഉൾപ്പെടുന്നുണ്ട്, റെക്കോർഡ് വരുന്നുണ്ട്, പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും കൂടിയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഏതെല്ലാം സബ്ജക്റ്റുകളാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അതിൽ ഒന്നാമത്തെ തന്നെ നമുക്ക് പറയേണ്ടത് അക്കൗണ്ടൻസി ആണ്. ഓക്കെ, അക്കൗണ്ടൻസി ആണ്. ദെൻ വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. പിന്നെ മാത്സ്, അതുപോലെ തന്നെ സ്റ്റാറ്റി. ഓക്കെ, മാത്സ്, സ്റ്റാറ്റി. അപ്പോൾ നമുക്കറിയാം ഇത് 3 എന്താണ്, ഓപ്ഷണൽ സബ്ജക്റ്റുകളാണ്. അപ്പം ഇതിൽ CAക്ക് നമുക്ക് വരുന്നുണ്ട്. CA മാത്സും ആണ് നമുക്ക് മെയിൻ ആയിട്ടും ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിത്തം കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ അതിൽ മാത്സ് പക്ഷേ നമുക്ക് അങ്ങനെ എല്ലായിടത്തും സാറ് മാത്സാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എടുത്ത് എന്താ, നമുക്ക് മാത്സിനൊരു പ്രാക്ടിക്കൽ എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ, പക്ഷേ ചില സ്ഥലത്ത് പ്രാക്ടിക്കൽ വരുന്നു എന്നുണ്ട്. ഓക്കെ, പക്ഷേ മാത്സിനല്ല, നമുക്ക് കൂടുതലായിട്ടും CAക്കാണ് എന്താണ് പ്രാക്ടിക്കൽ എക്സാം വരുന്നത്. ദെൻ അതുപോലെ തന്നെ അക്കൗണ്ടൻസിക്കുമാണ്. അപ്പോൾ നമുക്കറിയാം ഓക്കെ, ഈ അക്കൗണ്ടൻസിൻ്റെ കേസായാലും CAയുടെ കേസാണെങ്കിലും ഓക്കെ നമ്മൾ പഠിക്കുന്നത്, ഇപ്പോൾ അക്കൗണ്ടൻസിൻ്റെ കേസാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള പ്രോബ്ലങ്ങൾ നമ്മൾ എന്താക്കുന്നു, കുറച്ച് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് പ്രാക്ടിക്കലിലേക്ക് പോകുന്ന സമയത്ത് വരുന്ന മാറ്റം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ ഏതൊക്കെ സോഫ്റ്റ്വെയറിലൂടെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് പ്രാക്ടിക്കലിന് വേണ്ടി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ്, അതിൻ്റെ മെത്തേഡ് കാര്യങ്ങൾ എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ എന്താക്കുന്നത്, ആ റെക്കോർഡിൽ എഴുതുന്നത്. ആ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എന്താക്കുന്നത്, അതിൻ്റെ വൈവ ആയിട്ട് നമ്മളോട് ചോദിക്കുക, വൈവ ആയിട്ട് വരുന്നത്. സോ ആ
കാര്യം നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് സുഖമായിട്ട് എന്താക്കാം ആ വൈവയും അറ്റൻഡ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ പേടിക്കാനൊന്നുമില്ല, വലിയ രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് ഈ വൈവ ഒന്നല്ല നമുക്ക് നടത്തുക. ജസ്റ്റ് നമുക്ക് എത്രത്തോളം അറിയാമെന്നുള്ളത് ജസ്റ്റ് അവരൊന്ന് ചെക്ക് ചെയ്യുന്നത് മാത്രമാണ്. എന്നാൽ അതുപോലെ തന്നെയാണ് സിയുടെ കേസും. നമ്മൾ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കുറിച്ച് പഠിക്കുന്നു, C++ ആയാലും HTML അങ്ങനെ ഒരുപാട് അല്ലേ. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാണ്ട് അത് നമ്മൾ എന്താക്കുന്നു കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എന്തെന്ന് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റാറ്റിയുടെ കേസിലും അതുപോലെ തന്നെയാണ്. നമുക്ക് ഒരുപാട് ഗ്രാഫ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിന്റെ മീൻ മീഡിയൻ മോഡ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഉണ്ടല്ലോ. സോ അതൊക്കെ നമ്മൾ എന്താക്കുന്നു കമ്പ്യൂട്ടർ വൈസ് ചെയ്യുന്നു. ഓക്കെ, അതാണെന്ന് എന്തിലേക്ക് വരുന്നത് പ്രാക്ടിക്കലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഓക്കെ, സോ ഈ കാര്യങ്ങളാണ് അതിൻ്റെ മാർക്ക് കാര്യങ്ങൾ മക്കൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ റെക്കോർഡ് ഉണ്ടാകും. അതേപോലെ തന്നെ ആ റെക്കോർഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചുമ്മാ എന്താണ് മറ്റൊരാളെ നോക്കി എഴുതുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റെക്കോർഡ് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നതിനുപരി എന്താക്കുക വൈവേ ഉണ്ടാകും. അപ്പോൾ ചോദിച്ചാൽ നമുക്ക് സ്വന്തം അത് എത്രത്തോളം അറിയാം അല്ലെങ്കിൽ നമുക്കത് പറയാൻ പറ്റുക. ഓക്കെ, ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റണം എന്നുള്ള രീതിയിൽ നമ്മൾ എന്താക്കുക അതിനെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, പ്രാക്ടിക്കൽ എക്സാമിനെ ട്രീറ്റ് ചെയ്യുക, അല്ലാതെ അടുത്തിരിക്കുന്ന ആളെ നോക്കി എഴുതുക അല്ലെങ്കിൽ നോക്കി ചെയ്യുക അതൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിക്കാം എന്നുള്ള മൈൻഡിലൊന്നും ആരും എന്താക്കാൻ പാടില്ല, പ്രാക്ടിക്കൽ എക്സാമിനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. സോ അത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ് നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ വാങ്ങാനുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഓപ്ഷനാണ് ഇത് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. അത്ര സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. മക്കൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ വീട്ടിലൊക്കെ എന്താ ലാപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ തന്നെ ചിലപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ നമുക്കുണ്ടാവും. ചെക്ക് ചെയ്യാൻ മീൻസ് ജസ്റ്റ് നമുക്കൊന്ന് എന്താണ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ. സോ എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് എന്താണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് മാർക്ക് വാങ്ങാൻ പറ്റും. സോ അത് തന്നെ നമുക്ക് എന്താണ് +2 മാർക്ക് ഇംപ്രൂവൈസ് ചെയ്ത് അല്ലെങ്കിൽ കൂട്ടുന്നതിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള വേയാണ് പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താക്കുക നല്ല രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളും പഠിക്കുക. ഓക്കെ, അക്കൗണ്ടൻസി ആയാലും സ്റ്റാറ്റി ആയാലും CA ആയാലും എല്ലാം. ഓക്കെ, റെഡി? അപ്പം ഈ കാര്യങ്ങൾ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ച്. അപ്പം പലരും എന്താണ് ഇതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഈ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ അടുത്ത് എത്തുന്ന സമയത്താണ് പലർക്കും അയ്യോ ഇത് അങ്ങനെയാണല്ലോ, ഇതിപ്പോൾ എത്രയ്ക്ക് മാർക്കിനായിരിക്കും, എങ്ങനെയാണ് വരിക, ഉണ്ടോ അയ്യോ എന്നൊക്കെയുള്ള പേടി കാര്യങ്ങളും ആ ഒരു ടൈമിലാണ് പലർക്കും ഉണ്ടാകുക. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുപോലെ. ഓക്കെ, നമ്മൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് +2 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി മക്കൾക്ക് വേണ്ടി ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളതിന് മുൻപ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു +2 ഓറിയൻറ്റേഷൻ എന്നുള്ള ലൈവ്. അത് മക്കൾ കൃത്യമായിട്ട് കാണുക. റെഡി? യെസ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.